ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. ഇന്ന് നമുക്ക് കുറച്ച് ചക്ക അവിയൽ, ചക്കപ്പുഴുക്കോ അവിയലോ തയ്യാറാക്കാൻ കുറച്ച് ചക്ക മേടിക്കാൻ പോവാം. ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് ചക്ക കട്ട് ചെയ്ത് തരും. നമുക്കത് എളുപ്പം ചുള പറിച്ചെടുത്താൽ മതിയാവും. ചക്ക വെട്ടിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മളതുകൊണ്ട് ഈ വർഷം ചക്ക കറി വെച്ച് കഴിച്ചിട്ടേ ഇല്ല. നമ്മൾ പഴുത്തയൊക്കെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം നമുക്ക് അവിടെ പോയി ചക്ക കട്ട് ചെയ്ത് വാങ്ങിക്കാം. നമുക്കിവിടെ അടുത്ത് പല സ്ഥലത്തും ഇങ്ങനെ ചക്ക ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി ചക്ക മേടിച്ചുകൊണ്ട് വന്നാലോ? നല്ല വിളഞ്ഞ ചക്ക നോക്കി വാങ്ങിക്കണം. നമുക്ക് മഴയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ചക്കയിൽ വെള്ളം കയറും, പിന്നെ ടേസ്റ്റും കിട്ടില്ല. നമുക്കതുകൊണ്ട് പോയി ചക്ക വാങ്ങിയിട്ട് വരാം. ചക്ക നല്ലപോലെ കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ചുള പറിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് കറി വയ്ക്കാൻ പറ്റും. വലിയ ചക്കയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ് വെട്ടിയൊക്കെ എടുക്കാൻ. അതുകൊണ്ട് നമ്മൾ സാധാരണ ചക്ക അങ്ങനെ മേടിക്കാറില്ല. അപ്പം നമുക്ക് ചക്ക മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് ചുളയൊക്കെ പറിച്ച് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നല്ല വിളഞ്ഞ ചക്കയാണ്, അധികം വെള്ളമൊന്നും കയറിയിട്ടില്ല. നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എലിശ്ശേരി വയ്ക്കാം. എലിശ്ശേരി വയ്ക്കാൻ ഇങ്ങനെയല്ല കട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് പുഴുക്കിനോ അവിയലിനോ എടുക്കാം. നമ്മളിവിടെ പുഴുക്ക് തയ്യാറാക്കാം. നമുക്ക് മൺചട്ടിയിൽ തയ്യാറാക്കാം. അവിയലും മറ്റൊരു ദിവസം തയ്യാറാക്കാം. നമ്മളിന്ന് പുഴുക്കാണ് തയ്യാറാക്കുന്നത്. അവിയലിനാണെങ്കിൽ നമ്മൾ മുരിങ്ങയ്ക്ക, പടവലങ്ങയൊക്കെ ചേർത്ത് വെച്ചാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്കിന്ന് ചക്ക മാത്രമാണ് വേവിക്കുന്നത്. ചക്കപ്പുഴുക്കെന്ന് പറയും. അത് തയ്യാറാക്കാം. എലിശ്ശേരിക്കാണെങ്കിൽ കുറച്ച് വിളഞ്ഞ ചക്കയായിരിക്കും നല്ലത്, കുറച്ച് മധുരമൊക്കെ വന്നത്. ഇത് നമുക്ക് അത്ര വിളഞ്ഞിട്ടുണ്ട്, പഴുത്തിട്ടില്ല. മധുരമൊന്നും ഒട്ടും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കാം. നമ്മൾ അധികം മുളക് പൊടി ചേർക്കുന്നില്ല. കാന്താരി മുളക് ചതച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. തേങ്ങയും കാന്താരി മുളകും ചതച്ചെടുക്കാം. ഇത് വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്കിത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി അടച്ച് വേവിക്കാം. ഇത് പെട്ടെന്ന് ചക്കയൊക്കെ പെട്ടെന്ന് ആവി കൊണ്ടാൽ തന്നെ പെട്ടെന്ന് വെന്ത് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വെക്കണം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വേവിക്കാം. എല്ലായിടും ഉപ്പെല്ലാം നല്ലപോലെ നോക്കിയതിന് ശേഷം നമുക്ക് ചക്ക പുഴുക്കായിട്ട് കുഴഞ്ഞു പോയാലും കുഴപ്പമില്ല. അവിയലൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അരപ്പൊക്കെ ചേർത്ത് പെട്ടെന്ന് ചെയ്തെടുത്തില്ലെങ്കിൽ അത് പുഴുക്ക് പോലെ കുഴഞ്ഞു പോകും. അതിന് മുരിങ്ങയ്ക്കയും പടവലങ്ങയൊക്കെ ചേർക്കണം. അപ്പോൾ ഇത് ചക്ക മാത്രമാണ്. ഇനി അടച്ച് വേവിച്ചെടുക്കാം. അതിന് വേണ്ടുന്ന അരപ്പെന്ന് പറയുന്നത് നമ്മൾ ജീരകവും വെളുത്തുള്ളിയും കുറച്ച് പച്ചത്തേങ്ങയും കാന്താരി മുളകും ചതച്ചെടുക്കാം, കുറച്ച് കറിവേപ്പിലയും ചതച്ചെടുക്കാം. നമ്മളെല്ലാം നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. കാന്താരി മുളക് മാത്രം ചേർത്തതും വളരെ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് വെള്ള കളറിലിരിക്കും, അത് നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിന്ന് കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാന്താരി കൂടെ ചേർത്തിട്ടുണ്ട്. തേങ്ങയെല്ലാം നമ്മൾ ഒന്ന് തോരന് പോലെ അരിഞ്ഞാൽ മതിയാവും. അപ്പം മാങ്ങ ഇട്ടും ചക്ക അവിയൽ തയ്യാറാക്കും. പുഴുക്കിനായതുകൊണ്ട് നമ്മൾ മാങ്ങയൊന്നും ചേർക്കുന്നില്ല. അവിയലിനാകുമ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങ ചേർത്താലും നല്ലതാണ്, അല്ലെങ്കിൽ പുളി പിഴിഞ്ഞൊഴിച്ചാലും മതിയാവും. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കാം. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മീനുണ്ടെങ്കിൽ മീൻ്റെ കൂട്ടത്തിൽ കഴിക്കാം, വളരെ ടേസ്റ്റ് ഉള്ളതാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനെക്കാട്ടിലും കഞ്ഞി കൂട്ടി കഴിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. നമുക്ക് ചക്ക പുഴുക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ രസം വയ്ക്കുന്നതും നല്ലതാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ രസം ഒഴിച്ച് കഴിക്കുമ്പോൾ ചക്കപ്പുഴുക്ക് കഴിച്ചാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും, നമുക്ക് നല്ലപോലെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഇത് ചക്ക നമ്മൾ എപ്പോഴും അങ്ങനെ വർഷത്തിൽ 1-2 പ്രാവശ്യം ചക്ക കറി വയ്ക്കുകയുള്ളൂ. ചക്ക ഇങ്ങനെ വെട്ടിയെടുക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം കറികൾ തയ്യാറാക്കില്ല. 1-2 പ്രാവശ്യം നമുക്ക് ചക്ക കൂട്ടുമ്പോൾ തന്നെ നമുക്കത് മതിയാകും.
പിന്നെ എലിശ്ശേരിയായിട്ടും പിന്നെ വേറെ വേറെ വെറൈറ്റി ആയിട്ട് അവിയലായിട്ടൊക്കെ ചേർത്ത് മറ്റുള്ള വെജിറ്റബിളും കൂടെ ചേർത്തൊക്കെ വെച്ചാലും വളരെ നല്ലതാണ്. പുഴുക്ക് നമുക്ക് 1-2 പ്രാവശ്യം കൂട്ടുമ്പോൾ തന്നെ മതിയാകും. നമ്മൾ ചക്കപ്പുഴുക്കിന് അത്ര എരി ചേർത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് കാന്താരി മുളകും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട് ചക്കപ്പുഴുക്കിൻ്റെ കൂട്ടത്തിൽ. ഇഷ്ടമുള്ളവർക്ക് എരി വേണ്ടുന്നവർക്ക് അത് കടിച്ചിട്ട് പുഴുക്ക് തിന്നാലും വളരെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ കാന്താരി അധികം ചതച്ചെടുത്തിട്ടില്ല, കുറച്ച് നമ്മളിങ്ങനെ ഡെക്കറേഷൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ കഴിക്കുമ്പം അതും കൂടെ ചെറുതായിട്ട് കടിച്ച് കഴിക്കുകയാണെങ്കിലും വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.